SDP രൂപീകൃതമായിട്ട് 10 വർഷം കഴിഞ്ഞല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം പിന്നാക്ക ദലിത് വിഭാഗങ്ങളുടെ ഒരു മുന്നേറ്റമായിട്ട് പാർട്ടിക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്? SDP കഴിഞ്ഞ 10 വർഷത്തിൽ പ്രധാനമായും ഈ രാജ്യത്തെ അധസ്ഥിത ജനവിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ ഇവരുടെ അവകാശ പോരാട്ടങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് അവകാശപ്പെടാൻ കഴിയില്ലെങ്കിലും ഈ പറയുന്ന വിഭാഗങ്ങൾക്കിടയിൽ ഒരു രാഷ്ട്രീയ അവബോധമുണ്ടാക്കിയെടുക്കുന്നതിൽ SDP വിജയിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രധാനമായും 2 പക്ഷ രാഷ്ട്രീയങ്ങൾ സജീവമാണ്. ഒരു ഭാഗത്ത് BJP നേതൃത്വം കൊടുക്കുന്ന ഫാഷിസവും, മറുഭാഗത്ത് BJP വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് കോൺഗ്രസ് അടക്കമുള്ള മറ്റു ജനാധിപത്യ പാർട്ടികളടക്കമുള്ള രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഈ 2 രാഷ്ട്രീയത്തിൻ്റെ ഇടയിൽ കാലങ്ങളായി ന്യൂനപക്ഷങ്ങളുടെയും ദലിത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ച പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു പോകുക എന്നത് പതിവാണ്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ടില്ല. അത് ഇപ്പോഴും അതിൻ്റേതായ രീതിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ BJPക്കെതിരായി വരുന്ന രാഷ്ട്രീയ മുന്നേറ്റത്തിൽ പോലും ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പം ഇത്തരമൊരു ഘട്ടത്തിൽ ഈ ജനവിഭാഗങ്ങൾക്കിടയിൽ അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ അവബോധമുണ്ടാക്കി എടുക്കുക എന്നിടത്ത് SDP ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. വിജയിച്ചു, അതൊരു മുന്നേറ്റമായി മാറി എന്നൊന്നും ഇന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരുപാട് മുന്നോട്ട് പോവാൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. വരും കാലങ്ങളിൽ പാർട്ടി അത്തരം അജണ്ടകളുമായിട്ട് തന്നെ, എന്ന് വെച്ചാൽ ജനപക്ഷ രാഷ്ട്രീയം എന്ന ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിൽ ഉടനീളം ഇന്ന് പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയമായി SDP രാഷ്ട്രീയം മാറിയിട്ടുണ്ട് എന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച ഈ രാഷ്ട്രീയ അവബോധത്തിൻ്റെ ഒരു വിജയമായിട്ടാണ് പാർട്ടി കാണുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാവാത്ത രാഷ്ട്രീയ പാർട്ടികളൊക്കെ അരികുവൽക്കരിക്കപ്പെടുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ INL പോലുള്ള നാമമാത്രമായ പാർട്ടികളാണെങ്കിൽ പോലും അവരൊരു മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പാർട്ടി അങ്ങനെ ഒരു മുന്നണിയുടെ ഭാഗമാവാൻ ശ്രമിക്കാത്തത് കൊണ്ടാണോ, ഇനി അതല്ല ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ SDP അകറ്റി നിർത്തുന്നതാണോ? അതിൽ BJP ഒഴിച്ചുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും തെരഞ്ഞെടുപ്പ് സഖ്യമോ അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സഹകരണമോ ആവാം എന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിൽ ഒരു ഭാഗത്ത് ഫാഷിസ്റ്റുകളും മറുഭാഗത്ത് മതേതര ശക്തികൾ എന്ന് പറയുന്നത് സാധാരണ ഒരു ഹിന്ദുത്വ സെക്കുലറിസ്റ്റുകളാണ് കേരളത്തിലുള്ളത്. കാരണം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട, ദലിതുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതൊരു നീക്കത്തെയും വളരെ നഖശികാന്തം എതിർക്കുകയും അവരെ പല തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്ത് അടിച്ചമർത്താനുള്ള ഒരു ശ്രമം ഫാഷിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ഫാഷിസ്റ്റ് വിരുദ്ധർ എന്ന് അവകാശപ്പെടുന്നവരുടെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ദലിത്, ആദിവാസി, അതുപോലെ ന്യൂനപക്ഷങ്ങൾ, അതിനൊക്കെ അപ്പുറത്ത് ഒരു ജനപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന SDP കൂടെ കൂട്ടുക എന്ന് പറയുന്നത് ഇത്തരം രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യഘട്ടമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നതാണ് ആദ്യഘട്ടം എന്ന് പറയും. ഇത് ഇല്ലാതാകാത്ത ഒരവസ്ഥ വരും എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മറിച്ച് ചിന്തിക്കേണ്ടി വരും. കാരണം കേരളത്തിലെ ഓരോ വിഷയങ്ങളിലും SDP എടുക്കുന്ന നിലപാട് ശരിയായിരുന്നു എന്നത് വരും കാലങ്ങളിൽ ഓരോ വിഷയങ്ങളും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ SDP രാഷ്ട്രീയത്തെ ശ്രദ്ധിക്കുകയും
അതിന് ചെവി കൊടുക്കാൻ സന്നദ്ധമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരും. കാരണം മറുഭാഗത്തുള്ളവർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ജനവിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന, അഴിമതിയിലും കള്ളക്കടത്തിലും പരസ്പരം സഹകരിക്കുന്ന രാഷ്ട്രീയ മുന്നണികൾ, സ്വാഭാവികമായിട്ടും അവർക്ക് ഈ വിയോജിപ്പിൻ്റെ പരിസരത്തും ഉള്ളിലൂടെ പരസ്പരം ഒരു സഹകരണം ഉണ്ടാവും. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസന പ്രക്രിയകളുടെ കാര്യം പരിശോധിച്ചാൽ എല്ലാറ്റിലും, അത് ഹൈവേ വികസനമാവട്ടെ, ഗെയിലാവട്ടെ, ഏതിലും ഒരു പരസ്പര സഹകരണം ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ സഹകരണത്തിനോടൊപ്പം നിൽക്കാതെ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുക എന്ന ഒരു ധീരമായ നിലപാടാണ് പാർട്ടി എടുക്കുന്നത്. അപ്പം അതിൻ്റേതായ ഒരു അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ SDPIയെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കില്ല എന്നത് ഒരു വസ്തുതയാണ്. SDPI മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമാണല്ലോ. അപ്പോൾ അതിൽ ഇപ്പം ദേശീയ തലത്തിൽ വിവിധ പാർട്ടികളുടെ ഐക്യനിര രൂപപ്പെട്ടു വരികയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൽ SDPI എത്രമാത്രം ഭാഗമാക്കാൻ പറ്റുന്നുണ്ട്? SDPI ഇപ്പോൾ അതിലൊരു മെയിൻ റോൾ എടുക്കാവുന്ന ഒരു പാർട്ടിയല്ല. കാരണം പല ദേശീയ പാർട്ടികളും അതുപോലെ തന്നെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ വളരെ സജീവമായിട്ടുള്ള ഒരു മുന്നണി രൂപീകരണം നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിൽ ഒരു ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയത്തെ ഇതിനോടൊപ്പം ചേർത്ത് നിർത്താൻ ഈ മുന്നണികൾ കരുതി കൂട്ടിയിട്ട്, ഒപ്പം നിർത്താതിരിക്കാൻ ഈ മുന്നണികൾ കരുതി കൂട്ടി ശ്രമിക്കുന്നു. അത് ഉത്തർപ്രദേശിൽ മായാവതി, അതുപോലെ അഖിലേഷ് യാദവിൻ്റെ മുന്നണിയാവട്ടെ, അല്ലെങ്കിൽ രാജ്യത്ത് മൊത്തം രൂപപ്പെട്ടു വരുന്ന കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, TDP തുടങ്ങിയിട്ടുള്ള വലിയ ഒരു മഹാസഖ്യം ഉണ്ടായി വരുമ്പോഴും ഇന്ത്യയിലെ ചെറുതാവട്ടെ ന്യൂനപക്ഷ രാഷ്ട്രീയങ്ങളെ അഭിസംബോധന ചെയ്യാനോ ആ ന്യൂനപക്ഷ രാഷ്ട്രീയങ്ങളെ ഒപ്പം നിർത്താനോ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, വളരെ ഉദ്ദേശപൂർവമുള്ള അവഗണനയും നടക്കുന്നുണ്ട്. ഇതിന് കാരണം ഫാഷിസം വലിയ അപകടമാണ് എന്ന് പറഞ്ഞ് അതിനെതിരായ ഒരു കൂട്ടായ്മ വരുമ്പോൾ നിങ്ങളുടെ മറ്റു ഡിമാൻഡുകളെക്കുറിച്ചൊന്നും ചോദിക്കരുത്. നിങ്ങളുടെ ഭരണഘടനാപരമായ അവകാശത്തെക്കുറിച്ച് ചോദിക്കരുത്. ഇത് ഇന്ത്യ രാജ്യത്ത് നാളിതുവരെയായി നടക്കുന്ന ഒരു വഞ്ചന രാഷ്ട്രീയം. അടിയന്തരാവസ്ഥ രാജ്യത്ത് വന്നപ്പോൾ അടിയന്തരാവസ്ഥയെ എതിർക്കുന്നതിനേക്കാൾ ചില ആളുകൾ ഭരണഘടനയിൽ സെക്കുലറിസം എഴുതി വച്ചു എന്നതിൻ്റെ മാഹാത്മ്യം കണ്ട ആളുകളുണ്ട്. ആ സെക്കുലറിസത്തിൻ്റെ മാഹാത്മ്യം വെച്ച് അടിയന്തരാവസ്ഥയെയും, അടിയന്തരാവസ്ഥ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. മിണ്ടാൻ പാടില്ല, പറയാൻ പാടില്ല, പലതരത്തിലുള്ള നിയമങ്ങൾ, അത് അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായി നമ്മുടെ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ മറ്റൊരു രാജ്യത്താണ് ഉണ്ടായിരുന്നതെങ്കിൽ കൂടുതൽ ഫ്രീഡമാണ് ഉണ്ടാവുക. കാരണം ആ ദുരന്തത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്. മറിച്ച് അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയെടുത്ത ഒരു സംസ്കാരം ശീലമാക്കിയവരാണ് നമ്മൾ. അത് ഇത്ര കാലം ആ ഒരു മതേതരത്വത്തിൻ്റെ പിറകെ കൂടി മുസ്ലിങ്ങൾ, ആദിവാസികൾ, ദലിതർ, പാവപ്പെട്ട കർഷകർ, ഇവരൊക്കെ ഇവരുടെ രാഷ്ട്രീയത്തെ ബലി കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ ഫാഷിസത്തെ കാണിച്ചുകൊണ്ട് ഇതേ രാഷ്ട്രീയ ബലി നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. അതിന് പകരം എന്ത് എന്ന് ചോദിച്ചാൽ ഇവരെ കയ്യിലൊരു അജണ്ടയില്ല. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? രാജ്യത്ത് കഴിഞ്ഞ 5 വർഷക്കാലം ഫാഷിസ്റ്റുകൾ ചെയ്തു കൂട്ടിയ ഏതെങ്കിലും ഒരു കാര്യം ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിക്കാൻ ഇവർക്ക് സാധിക്കും. ഇവരേതെങ്കിലും കരാറുകളൊക്കെ റദ്ദ് ചെയ്തു എന്ന് വരും. മറിച്ച് ഫാഷിസത്തിൻ്റെ അജണ്ടയുടെ ഭാഗമായി രാജ്യത്ത് നടപ്പിലാക്കിയ കാര്യങ്ങൾ അത് ഇല്ലാതാക്കും എന്ന് ഈ പറയുന്ന മുന്നണികൾ, ഏതെങ്കിലും ഒരു മുന്നണി, പല ജാതി മുന്നണികൾ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മുന്നണി പറയുന്നുണ്ടോ? ഇല്ല. അവരാകെ പറയുന്നത് ആ കസേരയിൽ മോഡി ഇരിക്കണോ,
അതല്ല ഞങ്ങളിൽ ആരെങ്കിലും ഇരിക്കണമെന്ന്. രാജ്യത്ത് എന്ത് മാറ്റം ഉണ്ടാവുമെന്നാണ് പറയേണ്ടത്. ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ ഇല്ലാതാവുമോ? ന്യൂനപക്ഷങ്ങളെ ഭീകരവാദ വേട്ട എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത് ഇല്ലാതാകുമോ? ആദിവാസികളെ ആട്ടിയോടിക്കുന്നത് ഇല്ലാതാകുമോ? രാജ്യത്ത് ദലിതർക്ക് നേരെ നടക്കുന്ന പീഡനങ്ങൾ, ഈ പീഡനങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ? ഭൂമി ഇല്ലാത്തവന് ഭൂമി കൊടുക്കുമോ? ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങളുണ്ട്. ഇതിനാണ് മറുപടി വേണ്ടത്. പക്ഷെ പകരം അവർ പറയുന്നത് ഞങ്ങൾ ഗോമൂത്രം പ്യൂരിഫൈ ചെയ്ത് കുറച്ചുകൂടി നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മണ്ണെണ്ണക്കോടൊപ്പം ഗോമൂത്രം കൂടി റേഷൻ കടയിലൂടെ കിട്ടും എന്നതല്ലാതെ എന്ത് മാറ്റമാണ് BJPയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മുന്നണികൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് എന്ന് കൂടി ഈ മുന്നണികൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുന്നവർ ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥരാണ്. ഈ പറയുന്നതിനൊക്കെ ഉത്തരമുണ്ടോ? കഴിഞ്ഞ കാല അനുഭവം വെച്ച് നോക്കിയാൽ ഒന്നും നടക്കില്ല. ഒരു സംഭവം ഇവിടെ നടക്കില്ല. ഏറ്റുമുട്ടൽ കൊലപാതകം നടക്കും, ആദിവാസികളെ ആട്ടിയോടിക്കും, അത് ചെറുക്കാൻ നിന്നാൽ അവരെ മാവോവാദികളെന്ന് പറഞ്ഞ് വെടിവെച്ച് കൊല്ലും, ദലിതർക്ക് നേരെയുള്ള പീഡനങ്ങൾ നടക്കും, ഇതുപോലെ എല്ലാം നടക്കും, കലാപങ്ങൾ നടക്കും, ഇങ്ങനെ എല്ലാം നടക്കും.